ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി ചാനലിൽ ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അതിനൊരു കാരണമുണ്ട്. എൻ്റെ വാപ്പ കഴിഞ്ഞ ജൂലൈ 3-ാം തീയതി മരണപ്പെട്ടു പോയി. പെട്ടെന്നുള്ളൊരു മരണമായിരുന്നു. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ വാപ്പ ഇല്ല എന്നുള്ളൊരു അക്സെപ്റ്റ് ചെയ്യാനുള്ള അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയും നമ്മളിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഞാൻ വീഡിയോസ് ഇടാത്ത കാരണം ഇവള് വീഡിയോസ് ഇട്ടോണ്ടിരുന്നതാണ്. അപ്പം വാപ്പയുടെ മരണം അത് അറിഞ്ഞ ശേഷം പിന്നെ അവള് വീഡിയോസ് ഒന്നും ഇടാനൊക്കെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം ഞാൻ എന്നിട്ടും പറയും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ അതിൽ വലിയൊരു വീഡിയോ നമുക്ക് ഇടാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ ഷോർട്സ് എങ്കിലും നമ്മൾ ഇടണം എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ നിർബന്ധിച്ചിട്ടാണ് അവളെ കൊണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ഭയങ്കര ഒരു ആഘോഷവും സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ ആ മനസ്സങ്ങോട്ട് എന്നാലും പ്രതീക്ഷിക്കാതെ നമുക്കൊരു സംഭവം നമ്മുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ മാത്രമേ ആള് അനുഭവിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളിലൂടെയെങ്കിലും നല്ലൊരു ലൈഫ് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം, നല്ല നിലയിൽ എത്തുന്നത് കാണണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരു ആളായിരുന്നു. നന്നായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയും കൂടിയിട്ടാണ്. പക്ഷെ സാഹചര്യം മൂലം അങ്ങനെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷെ അതിന് പകരം നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കാം. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. എന്നാലും നമ്മളാ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ ഈ വണ്ടിക്കുള്ളിൽ ഇരിക്കുന്നു. നമ്മൾ കാറിൽ പോവാറുണ്ട്. എന്നാലും നമ്മളെ സ്വന്തം പേരിൽ നമ്മളെ സ്വന്തം ഒരു വാഹനം വരുമ്പോൾ അതിൽ സ്വന്തം മക്കളെ വാഹനത്തിലിരുന്ന് പോകണമെന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും അത് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു സമയം തന്നെയാണ്. കാരണം മാമ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്നോട് പറയും നമുക്കൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഏർവാടി പള്ളിയിൽ പോകണം, ആൾക്ക് യാത്ര ചെയ്യണത് ഇഷ്ടമാണ്. ഈ പള്ളി അങ്ങനെ വലിയ സ്ഥലങ്ങളിൽ പള്ളികളിൽ പോകുന്ന ഇഷ്ടമാണ്. അങ്ങനെ ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഇന്ന് ആള് ജീവിച്ചു. കഴിഞ്ഞ മാസം വരെ നമുക്ക് ഏർവാടി പോണം. നമ്മള് കുഞ്ഞിലേ പോയതാണ്. 55-60 ദിവസം പോണമെന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്നും വാപ്പ പോയി 55-ാമത്തെ ദിവസമാണ് ഈ വണ്ടി നമ്മളെ കയ്യിലെത്തുന്നത്. അപ്പം എല്ലാത്തിനും അള്ള എന്തോ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും. വാപ്പ നമ്മുടെ സന്തോഷങ്ങളും നമ്മളെ നേട്ടങ്ങളും അവിടെ ഇരുന്ന് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് കാര്യമെന്ന് നമുക്ക് കാര്യത്തിലോട്ട് പോവാം. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഇക്കാരെ യൂട്യൂബ് ചാനലിലൊക്കെ ആണെങ്കിൽ കുറേ സമയം എടുത്തു. പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ചെയ്യാനും പിൻലെറ്റർ വെയിറ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയം എടുത്തു. പക്ഷേ അതിൽ നേരെ തിരിച്ചാണ് എൻ്റെ യൂട്യൂബ് ചാനലില് സബ്സ്ക്രൈബും 3000 വാച്ച് അവർ ആയപ്പോഴാണ് കേട്ടോ ഇവൾക്ക് പിൻലെറ്ററിന്റെ ഒരു അപേക്ഷ കൊടുത്തത്. പക്ഷെ അത് 2-3 മാസം മുന്നേ അത് എനിക്ക് തനി എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട്, കാരണം ഞാൻ ID വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം എനിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ മോണിറ്റൈസേഷൻ ഓൺ ആയതാണ്. അപ്പം പിൻ ലെറ്റർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോക്കിയപ്പം പിൻ ലെറ്ററിൻ്റെ കാര്യം കൊടുത്തിരുന്നു. അപ്പം എനിക്കിതൊന്നും ഞാൻ അതിൽ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പം എന്തുകൊണ്ട് എനിക്ക് പിൻ ലെറ്ററിന് ഇങ്ങനെ ചോദിച്ചു എന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എന്തായിരുന്നാലും വെയിറ്റ് ചെയ്യാം, പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിക്കുമായിരിക്കും എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് കേട്ടോ ഇന്നാണ് ആ ഒരു പിൻ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഞാൻ ഇവിടെ അറിയിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് വാപ്പ ജീവിച്ചിരിപ്പില്ലല്ലോ, ഒരുപാട് ആഗ്രഹിച്ചൊരു മനുഷ്യനായിരുന്നു. എന്തായാലും പോലും ഞാൻ ഇവളെ അറിയിക്കാതെ ഇവളെ ഉമ്മയുടെ കയ്യിൽ കൊണ്ട് ഞാനത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ഉമ്മയാണ് ഇവളെ കയ്യിൽ കൊടുത്തത് പിൻ ലെറ്റർ. അപ്പം എന്തായാലും ആ ഒരു സന്തോഷം നിങ്ങൾക്ക് മുന്നിലേക്കൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാനൊരു വീഡിയോ നമ്മളൊരു വീഡിയോയിലോട്ട് വന്നത്. അപ്പം എന്തായാലും നമുക്ക് പിൻ ലെറ്റർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്ന യൂട്യൂബ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമുക്ക് പിൻ ലെറ്റർ കിട്ടണം. വന്നേക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ പുതിയ വീടിൻ്റെ അഡ്രസ്സ് തന്നെയാണ് ഇത് വന്നേക്കുന്നത്. അപ്പം എന്താണ് ഈ ഒരു സിറ്റുവേഷനിൽ വാപ്പ ഇല്ല എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ എല്ലാ സന്തോഷവും പഠിച്ച ഒരേ സമയത്ത് നമുക്ക് തരില്ലല്ലോ. കാരണം നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമ്മളൊപ്പം ചിരിക്കാനും കാര്യങ്ങൾ പറയാനും ഉള്ള ആ മനുഷ്യർ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് പണ്ടുള്ള ആള് പേടിയാ
നല്ല ചൂട് കേട്ടാ. പിന്നെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അവിടെയും കൂടെ കീറാനുണ്ട്. അപ്പോൾ അതാ നമ്മുടെ പിൻ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പം ഇനിയെങ്കിലും ശവന യൂട്യൂബിൽ വീഡിയോസ് ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടണം. അപ്പോൾ എന്താ, കാരണം നമ്മൾ ഇത്രയും അവൾ കഷ്ടപ്പെട്ട് ഈ ഒരു പിൻ ലെറ്റർ കിട്ടി. അപ്പോൾ ഇനിയെങ്കിലും അങ്ങോട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നല്ല രീതിയിൽ വ്യൂസും കാര്യങ്ങളൊക്കെ കയറുള്ളൂ. ഇത്